നമസ്കാരം. കേരള PSCയുടെ 2026 ജാനുവരി നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് പരീക്ഷ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ OMR ഓൺലൈൻ രീതിയിൽ നടക്കും. പരീക്ഷയ്ക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാർത്ഥികൾ അപേക്ഷിച്ചിരിക്കുന്ന പരീക്ഷകളിൽ ആദ്യ പരീക്ഷയ്ക്ക് 10 ദിവസം മുമ്പ് PSCയുടെ പ്രൊഫൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഏപ്രിൽ 23 തുടങ്ങി മെയ് 20 തീരത്തക്ക വിധമാണ് പരീക്ഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 20ഓളം പരീക്ഷകൾ OMR രീതിയിലും ബാക്കി ഓൺലൈൻ എക്സാമുമായി നടത്തുന്നത്. പ്രധാനപ്പെട്ട OMR പരീക്ഷകളും ആ പരീക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട പുസ്തകങ്ങളും ചുവടെ. 23/4 ഏപ്രിൽ 23 വ്യാഴാഴ്ച മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ MOP എന്ന പരീക്ഷയോടുകൂടിയാണ് OMR പരീക്ഷ ആരംഭിക്കുന്നത്. അക്കൗണ്ടൻസ് ലോവർ പരീക്ഷയിൽ കേരള ഫിനാൻഷ്യൽ കോഡ് പരീക്ഷ തൊട്ടാണ് ആരംഭിക്കുന്നത്. 27/4 കേരള ഫിനാൻഷ്യൽ കോഡ് രാവിലെ 7:30 മുതൽ 9 മണി വരെയാണ്. ആ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. അക്കൗണ്ടൻസ് ലോവറിലെ കേരള സർവീസ് റൂൾ KSRൻ്റെ പരീക്ഷ OMR രീതിയിൽ 29/4/2026 രാവിലെ 7:30 മുതൽ 9:30 വരെയാണ്. ആ പരീക്ഷയിൽ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള സർവീസ് റൂൾസ് വോളിയം 1ഉം കേരള സർവീസ് റൂൾസ് വോളിയം 2ഉം ആണ്. ലോവറിലെ മൂന്നാമത്തെ പേപ്പറായ കേരള ട്രഷറി കോഡ് മെയ് 5 നടക്കുന്നു. രാവിലെ 7:30 മുതൽ 9 മണി വരെ. ആ പരീക്ഷയിൽ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 എന്നീ പുസ്തകങ്ങളാണ്. അക്കൗണ്ടൻസ് ലോവറിലെ ലാസ്റ്റ് പേപ്പറായ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് മെയ് 7 നടക്കുന്നു. 7:30 മുതൽ 9 മണി വരെയാണ് പരീക്ഷ. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 എന്നുള്ള പുസ്തകം ഉപയോഗിക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് വിത്തൗട്ട് ബുക്കുമാണ്. അക്കൗണ്ടൻസ് ഹയർ കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെ പരീക്ഷയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. മെയ് 12 രാവിലെ 7:30 ആ പരീക്ഷയിൽ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ. രണ്ടാമതായി അക്കൗണ്ടൻസ് ഹയറിലെ രണ്ടാമത്തെ പരീക്ഷ KSR കേരള സർവീസ് റൂൾസ് മെയ് 14 നടക്കുന്നത്. രാവിലെ 7:30 മുതൽ 9:30 വരെ. ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള സർവീസ് റൂൾ വോളിയം 1ഉം കേരള സർവീസ് റൂൾസ് വോളിയം 2ഉം ആണ്. അക്കൗണ്ടൻസ് ഹയറിൻ്റെ മൂന്നാമത്തെ പേപ്പർ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് മെയ് 21 രാവിലെ 7:30 ആ പരീക്ഷയിൽ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങളെന്ന് പറഞ്ഞാൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1ഉം കോൺസ്റ്റിറ്റ്യൂഷൻ ബെയർ ആക്റ്റും ആണ്. അതോടൊപ്പം തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഓഡിറ്റ് വിത്തൗട്ട് ബുക്കുമാണ്. അക്കൗണ്ടൻസ് ഹയറിൻ്റെ കേരള ട്രഷറി കോഡിൻ്റെ പരീക്ഷ മെയ് 22 രാവിലെ 7:30 നടക്കും. അതിൽ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. അക്കൗണ്ടൻസ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ പരീക്ഷകൾ ഓൺലൈൻ എക്സാമായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് പേപ്പറായ കേരള ഫിനാൻഷ്യൽ കോഡ് ഏപ്രിൽ 30 നടക്കും. അഡ്മിഷൻ ടിക്കറ്റിൽ ഏത് സെഷനാണെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കും. ആ പരീക്ഷയിൽ ഉപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ 4 കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1, കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 2, കേരള ബഡ്ജറ്റ് മാനുവൽ, കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. ഈ 4 പുസ്തകങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ആ പരീക്ഷയ്ക്ക്. അക്കൗണ്ടൻസ് ഫോർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ രണ്ടാമത്തെ പേപ്പർ കേരള സർവീസ് റൂൾസ് ഓൺലൈൻ എക്സാമാണ്. മെയ് 13 നടക്കും. അതിലുപയോഗിക്കാവുന്ന പുസ്തകങ്ങൾ കേരള സർവീസ് റൂൾസ് വോളിയം 1ഉം കേരള സർവീസ് റൂൾസ് വോളിയം 2ഉം. അധ്യാപകർക്കായിട്ടുള്ള KER കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസ് എന്നുള്ള പരീക്ഷ ഓൺലൈൻ എക്സാമായിട്ടാണ് നടക്കുന്നത്. മെയ് 6 അത് കേരള എഡ്യൂക്കേഷൻ ആക്ട് ആൻഡ് റൂൾസിലെ വിഷയങ്ങളാണ്. വിത്തൗട്ട് ബുക്കാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷയ്ക്കായിട്ട് നന്നായി ഒരുങ്ങുക. താങ്ക് യു.